കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത നൽകിയ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ പരാതി നൽകി സഹയാത്രിക. വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഒന്നിനു പിറകെ ഒന്നായി ഷിംജിതയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. അപ്പോഴും മറുവശത്ത് ഷിംജിതയുടെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നു. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? ഈ ജാമ്യ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് ഷിംജിത പറയുന്നത്? അനഘ. അശ്വതി, കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ ദീപകിന്റെ കുടുംബം പുതിയ വക്കാലത്തും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട വിധി വരിക എന്നുള്ളതാണ്. ഈ കേസിൽ ഷിംജിതയ്ക്ക് ജാമ്യം നൽകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതേസമയം ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഷിംജിതയ്ക്ക് കുരുക്ക് മുറുകുകയാണ് എന്നുള്ളതാണ്. ഈ ഷിംജിതയ്ക്കൊപ്പം അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ്സിൽ സഞ്ചരിച്ച സഹയാത്രിക, ഈ ഷിംജിത അന്ന് ഈ ദീപകിൽ നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയിൽ തന്റെ മുഖം കൂടി ഉൾപ്പെടുത്തി, അതായത് തന്നെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഷിംജിത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ബസ്സിൽ ഈ ഷിംജിതയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്ന സഹയാത്രിക കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിംജിതയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരിയുടെ ആവശ്യം ഈ വീഡിയോയിൽ നിന്ന് തന്റെ മുഖം അല്ലെങ്കിൽ തന്റെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങൾ അത് എടുത്തു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതിക്കാരി പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, അന്ന് ബസ്സിൽ ഈ ഷിംജിതയ്ക്കൊപ്പം ഈ പരാതിക്കാരിയും ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി താൻ എല്ലാ രീതിയിലും പോലീസുമായി സഹകരിക്കും എന്നും ഈ യുവതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടന്നോ എന്ന ചോദ്യത്തിന് പറയുന്നത് അത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം ബസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സൂചന കൂടി ഈ സഹയാത്രിക പറയുന്നുണ്ട്. പക്ഷെ ഇവർ സമൂഹ മാധ്യമങ്ങളിലൊന്നും തന്നെ പറയാനോ മാധ്യമങ്ങളോട് ഇക്കാര്യം സംസാരിക്കാനോ തയ്യാറല്ല. തന്റെ ഈ ഐഡന്റിറ്റി ഇത്തരത്തിൽ പുറത്തു പറയാൻ തയ്യാറല്ല എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. എന്തായാലും ഷിംജിതയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി വരികയാണ്. സഹയാത്രികയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഈ കേസിൽ ദീപകിന്റെ കുടുംബം പുതിയ വക്കാലത്തും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസും ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അശ്വതി.